അതാണ് അതാണ് സിയൂസ് ദുആ ചെയ്യുന്നു. മനസ്സിലായില്ലല്ലോ, ഒന്നും കൂടെ എഴുതാവോ? ഒരു പിടിയും കിട്ടിയില്ല. ഒന്നും മനസ്സിലായില്ല. സുഖമായിട്ടിരിക്കുന്നു. ഷംനാഥ എന്നെ തന്നെയാണ് ഷംനാഥ ഉദ്ദേശിച്ചത്, മറ്റേ ഷംനെ കുട്ടി തന്നെയാണ്. അറിയും എന്താ ഷംനാക്ക് ഇപ്പൊ ഡൗട്ടായി, ഷംനാനെയാണ് അതാ. ലൈക്ക് ചെയ്യാനുള്ളവർ ലൈക്ക് ചെയ്യണം, സബ് ചെയ്യാനുള്ളവർ സബ് ചെയ്യണം. ലക്ഷ്മി ഹലോ ഹായ് ലക്ഷ്മി, എത്ര ദിവസമായി കണ്ടിട്ട് ലക്ഷ്മിനെ. ഞാൻ പണ്ടേ പറഞ്ഞതാ ലക്ഷ്മിയോട്, ലക്ഷ്മി വന്നില്ല ഒരു ഐശ്വര്യം ഇല്ല. ലക്ഷ്മി വരുമ്പോ തന്നെ എല്ലാരും പറയാം ലക്ഷ്മി വന്നല്ലോ, ഐശ്വര്യമായല്ലോ. ഹാൻ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഇതേ ഞങ്ങളുടെ ലൈവിൽ മുടങ്ങാതെ എല്ലാവർക്കും വന്നാൽ എന്താ, നിങ്ങൾക്കൊക്കെ എന്താ ഇത്ര അഹങ്കാരം? എനിക്ക് അറിയാൻ മേലാണ്ട് ഞാൻ ചോദിക്കുക അല്ലേ. രണ്ട് പാവങ്ങൾ ഇവിടെ വന്ന് എല്ലാരും വരും, ഞങ്ങളുടെ പരിചയക്കാരല്ലേ, ഇപ്പം വരുമ്പോ നോക്കിയിരിക്കണം. പ്ലെയറെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. പ്ലെയർ ലച്ചു പ്ലെയർ ഗൂഗിൾ അമ്മച്ചി ഹായ്. ഓ ആദ്യമോള് നിരത്തി പിടിച്ച് ഹായ് ആണ്. ലക്ഷ്മിക്കുട്ടി മുടങ്ങാതെ എല്ലാ ദിവസവും വരണം കേട്ടോ, ഇങ്ങനെ മടി പിടിച്ചിരിക്കല്ലേ. പാവങ്ങൾ രണ്ടുപേരും നിങ്ങളെ എന്തൊക്കെ വന്നാലും മുടങ്ങാതെ വരെ ഞങ്ങൾ അളിയ മാത്രമേ ഉള്ളൂ കേട്ടോ. റഷീദ് അളിയ മാത്രമേ ഉള്ളൂ. മുടങ്ങാതെ എത്ര തിരക്കാണെങ്കിലും കടയിൽ ആള് വന്ന് നിൽക്കുകയാണെങ്കിലും സാധനം പിന്നെ കൊടുക്കാതെ അളിയ വരും. റാഷിദ ലക്ഷ്മി റസാഖ് 4 ഡേ മുമ്പ് ഞാൻ വന്നു, എന്നെ ഇല്ല മറന്നിട്ടില്ല. റസാഖിനെ ഞാൻ ഓർമ്മയുണ്ട്. ഷംന കോട്ടയം കൽഹാദിയ. അതെ, ഒരു ക്വസ്റ്റിനും കൂടെ ചോദ്യം, നമുക്ക് തല പോയിക്കാം. ഇപ്പോഴാണ് നമ്മുടെ ഷംനാത്ത കൂടെ ഉണ്ട്. പെട്ടെന്ന് ഉത്തരം പെട്ടെന്ന് ചോദ്യം ചോദിക്കും, ഉത്തരം പെട്ടെന്ന് വരും. ഇവിടെ ലൈവ് വന്നു എല്ലാരും ഫ്രണ്ട്സ് ആയത് തന്നെ. ഇവിടെ ലൈവ് വന്നു എല്ലാരും ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമ്മളെല്ലാം ഫ്രണ്ട്സ് ആണല്ലോ. നിങ്ങളെ കാണാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ഈ ലൈവ് തന്നെ വരുന്നത്. ട്രൂത്ത് ഓർ ഡെയർ. ട്രൂത്ത് ഓർ ഡെയർ. ഓക്കെ എന്തോ ട്രൂത്ത് ഓർ ഡെയർ ചോദിക്കും. അളിയ ഒരു പാട്ട് പാടളിയ, ലൈവ് പിരിച്ചു വിടാനാണോ അളിയ ഉദ്ദേശിക്കുന്നത്? പാട്ട് പാടിക്കാം. ഡെയറോ എന്തിനാ ട്രൂത്ത് ഓർ ഡെയർ ചോദിക്കാന്നല്ലേ അതിപ്പോഴേ ഡെയർ രീതിയിൽ ഒരു ഡാൻസ് കളിക്കുമോ ഇപ്പോൾ? നല്ല രസമാർക്കും. ഞാൻ ഡാൻസ് പണ്ടേ ഭയങ്കര ഫേമസ് ആണ്, നല്ല രസമാർക്കും. ഐഡിയ എടുത്തു നോക്കൂ, പരിചയം ഉണ്ടോന്ന്. ലക്ഷ്മി ഞാൻ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഡാൻസ് കളിക്കണം. ഞാൻ കളിക്കാം ലക്ഷ്മി. കണ്ട നമ്മളെ ഷംനാത്ത കളിക്കാന്ന് പറയുന്നു ലക്ഷ്മി. ഞാൻ ഡാൻസ് കളിച്ച അവളെ കുഴപ്പം എന്നാന്നറിയാവാ, ഉള്ള സബ്സ്ക്രൈബർ എല്ലാം കൂടി ഇവിടെ വലിച്ചെറിഞ്ഞിട്ടിട്ട് ഒറ്റ പോക്ക് പോകും. പിന്നെ ഇവൾ എനിക്ക് സമാധാനം തരത്തില്ല. നിങ്ങളുടെ ഒരു ഡാൻസ് കാരണം എൻ്റെ സബ്സ്ക്രൈബർ പോയി, എൻ്റെ കൂട്ടുകാർ പോയി. ലക്ഷ്മി ഇതെന്താ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇത് വല്ലാത്ത പറച്ചിലായി പോയി എൻ്റെ ലക്ഷ്മി വരുന്നില്ലല്ലോ എന്ന് ഇവിടെ കൊതിച്ചിരുന്നിട്ട് ലക്ഷ്മി വന്നപ്പോൾ നമുക്കിട്ടുള്ള പണിയായിപ്പോയി. റെയ്ഹാൻ വന്നല്ലോ. റെയ്ഹാനെയൊക്കെ ഞങ്ങൾ അന്ന് പരിചയപ്പെടുത്തിയാ, നിങ്ങളെല്ലാരും കണ്ടായിരുന്നോ റെയ്ഹാനെയൊക്കെ? എന്തോ റെയ്ഹാൻ ഇന്നത്തെ ഫുഡ്, റെയ്ഹാൻ ഇന്നത്തെ ഫുഡൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ. എന്താണ് നമുക്ക് എന്താ ഇന്നത്തെ ഫുഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നല്ലേ? ഇന്ന് ഞങ്ങൾക്ക് ചോറ് തിന്നോ, എനിക്കുണ്ടോ? ചോറുണ്ണാൻ വരാന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ. ഇന്നത്തെ ഫുഡ് എന്തോ വെച്ചാൽ നമുക്ക് വൈകുന്നേരം അരിപ്പുട്ടുണ്ട്, പിന്നെ മത്തി മുളകിട്ടതുണ്ട്, അല്ല ഇന്നലെ അതല്ല മുട്ട പുഴുങ്ങിയതുണ്ട്. ഇന്നലെ നിങ്ങൾ അറിഞ്ഞോ? ഞങ്ങൾക്ക് നമുക്ക് ബാക്കി ഒരുപാട്. ഷംനാനെ എടുത്ത് പൊക്കി കാണിക്കുവാണ്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പറയണം. പൊക്കി കാണിക്കാം. ശരി സ്റ്റൈമിൽ വരാട്ടോ. പൊക്കി കാണിക്കാം. എന്നെ ഒന്ന് എടുത്ത് പൊക്കി കാണിക്കാം. പിടിക്ക്. ഒന്ന് അത് ഞങ്ങൾ പൊക്കി കാണിക്കും, ഉറപ്പ്. അത് പൊക്കി കാണിച്ചില്ലേ പിന്നെ എന്തിന് ഞാൻ ഇങ്ങനെ നടക്കണം? എങ്ങനെ കാണിക്കും? നമ്മൾ എങ്ങനെ കാണിക്കും? പക്ഷെ അതാണല്ലോ വിഷയം. മാത്രമല്ലേ ഉള്ളൂ. എങ്ങനെ കാണിക്കും? ഫോൺ ഇവിടെ കുത്തി നിർത്താം, എന്നിട്ട് ഞങ്ങൾ പൊക്കി കാണിക്കും. ഓക്കെ? വീഴുന്ന കാണിക്കണ. എന്റെ നടുവെട്ടി കിടക്കുമ്പോഴത്തേക്ക് എല്ലാരും തന്നെ പറയണം കേട്ടോ. പിന്നെ എന്നും ലൈവ് ആയിരിക്കും കേട്ടോ. ഒന്ന് കാണിച്ചു കൊടുക്കൂ ഷമീറിക്ക, കുട്ടികളുടെ ആഗ്രഹമല്ലേ കാണിക്കും. ഇപ്പോൾ എവിടെ? ചങ്ങനാശ്ശേരിയാണേ. എവിടെ പാട്ടിരിക്കുമോ? ബൈ കേൾക്കാൻ പറ്റുന്നില്ല. പാട്ടിരിക്കുവന്നോ? എന്തായിരിക്കും? നോക്കി കാണിക്കാം. അവർക്ക് കാണട്ടെ. ഇതെങ്ങനെ കാണിക്കും? ഇവിടെ വെക്ക്.